കുടുംബവിളക്ക് പരമ്പരയിലൂടെ എത്തി പ്രേക്ഷക മനം കീഴടക്കിയ നടിയാണ് പാർവതി വിജയ്. സീരിയൽ താരം മൃദുല വിജയുടെ സഹോദരി കൂടിയാണ് പാർവതി. ചേച്ചിയുടെ മേൽവിലാസം ഇല്ലാതെ തന്നെ മിനിസ്ക്രീനിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ പാർവതി ശ്രമിച്ചിരുന്നു. അത് പാർവതിക്ക് സാധ്യമാവുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ പരമ്പരയിൽ നിന്നും പാർവതി പിന്മാറി. വിവാഹത്തോടെയായിരുന്നു താരം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നത്. കുടുംബവിളക്ക് പരമ്പരയിലെ ക്യാമറാമാനായിരുന്ന അരുണിനെയാണ് പാർവതി വിവാഹം ചെയ്തത്. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും. രണ്ടുപേർക്കും ഒരു മകളുമുണ്ട്. അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നതിനു ശേഷം പാർവതിയോട് സ്ഥിരമായി ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നടിയുടെ തിരിച്ചുവരവ്. ഇനിയൊരു തിരിച്ചുവരവ് അഭിനയത്തിലേക്ക് ഇല്ല എന്നാണ് ആവർത്തിച്ച് പാർവതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ പാർവതിയുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പാർവതി തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത്. താൻ മിനിസ്ക്രീനിലൂടെ തിരിച്ചു വരുന്നു എന്നാണ് താരം പങ്കിട്ട പോസ്റ്റിൽ പറയുന്നത്. അതോടെ ആരാധകരും സഹപ്രവർത്തകരുമായ നിരവധി പേരാണ് ആശംസകളും നേർന്നുകൊണ്ട് എത്തുന്നത്. മാനത്തെ കൊട്ടാരം സീരിയലിലൂടെയാണ് പാർവതി വിജയുടെ മടങ്ങിവരവ്. 4 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ പരമ്പരയിലൂടെ താൻ തിരിച്ചു വരുന്നു എന്നാണ് പാർവതി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. പാർവതിയുടെ നല്ല തീരുമാനമെന്നാണ് മിക്കവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം സീ കേരളം ചാനൽ സംപ്രേഷണം തുടങ്ങുന്ന പുതിയ പരമ്പരയാണ് മാനത്തെ കൊട്ടാരം. സീരിയലിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബിലൂടെയും തൻ്റെ വിശേഷങ്ങളെല്ലാം പാർവതി പങ്കുവയ്ക്കാറുണ്ട്. പാർവൺ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ പാർവതി പങ്കുവയ്ക്കുന്നത്. അടുത്തിടെ നിറത്തിൻ്റെ പേരിൽ മകൾ യാമിക്ക് വന്ന നെഗറ്റീവ് കമൻറ്റുകളോട് പ്രതികരിച്ച് പാർവതി രംഗത്തെത്തിയിരുന്നു. തൻ്റെ മോളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരാളോട് മാത്രം ഞാൻ പ്രതികരിച്ചേ പറ്റൂ എന്നാണ് പറഞ്ഞ് പാർവതി തൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. കുഞ്ഞിൻ്റെ നിറത്തിൻ്റെ പേരിലും കുസൃതിയുടെ പേരിലും വളരെ മോശം കമൻറ്റിട്ട നിങ്ങളാരാണ് എന്ന്. ജെനറ്റിക്കലി ചിലപ്പോൾ കറുപ്പോ വെളുപ്പോ എല്ലാം ആയേക്കാം. അതിന് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങളാരാണ് ചോദിക്കാൻ എന്നൊക്കെയാണ് പാർവതി വീഡിയോയിലൂടെ ചോദിച്ചത്. ഇനി ഇത്തരത്തിലുള്ള കമൻറ്റ് വന്നാൽ എങ്ങനെ നേരിടണമെന്ന് തനിക്കറിയാമെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു. ഏറെ എതിർപ്പുകൾ അവഗണിച്ചാണ് പാർവതിയും അരുണും ഒന്നായത്. തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വീട്ടുകാർ തങ്ങളെ സ്വീകരിച്ചുവെന്നുമാണ് പാർവതി പറഞ്ഞത്. മകൾ യാമിയുടെ വരവോടെ ഇരു കുടുംബങ്ങളും ഒന്നായി.